നമസ്കാരം. ഞാനിപ്പോൾ ഇരിക്കുന്നത് ഒരു ഗുഹയ്ക്കകത്താണ്. ഈ പുറത്തെ ഒച്ചയും ബഹളവും ഒന്നുമില്ലാതെ ഏറ്റവും കാമായിട്ട് ഇരിക്കാൻ കഴിയുന്ന ഏറ്റവും സുന്ദരമായ ഒരു സ്ഥലത്താണ്. പലർക്കും മനസ്സിലായി കാണും മാതമംഗലത്താണ്. അതായത് കണ്ണൂർ ജില്ലയിലെ മാതമംഗലം പെരുവാമ്പയില് തോമസ് ചേട്ടൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കി 5 വർഷം കൊണ്ട് ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് പിക്കാസ് കൊണ്ട് മാത്രം മറ്റ് മെഷീനറീസ് ഒന്നുമില്ലാതെ നിർമ്മിച്ച ഈ ഗുഹയ്ക്കകത്തിരിക്കുമ്പോൾ വലിയ സന്തോഷവും അഭിമാനമൊക്കെ എനിക്ക് കൂടി തോന്നുന്നു. കാരണം 25 മീറ്റർ ഉണ്ടാകുമ്പോൾ ആദ്യമായി ഇവിടെ വന്നപ്പോൾ സാധാരണ ഒരു തോമസ് ഏട്ടൻ അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ ഒരു ചെറിയൊരു ഗുഹ ഉണ്ടാക്കുന്നു. അതിൽ അന്ന് തന്നെ ഒരു കൗതുകം ഉണ്ടായിരുന്നു. 25 മീറ്റർ ഒക്കെ ഒരു മനുഷ്യന് ഒറ്റയ്ക്ക് തുരങ്കം നിർമ്മിക്കുകയോ എന്ന്. ഇവിടെ എത്തിയപ്പോൾ അതിന്റെ ഒരു ഭംഗിയുള്ള കാഴ്ചയൊക്കെ എല്ലാവരിലേക്കും എത്തിക്കാൻ കഴിഞ്ഞു. അത് നാട് മുഴുവൻ ഏറ്റെടുത്തു. പിന്നീട് ഇവിടെ ഒരുപാട് യൂട്യൂബേഴ്സ് വന്നു. തോമസ് ഏട്ടൻ വൈറലായി. ഇന്ന് ഇവിടെ വന്നത് ഇതിപ്പോ 150 മീറ്റർ എന്ന് പറയുന്ന തോമസ് ഏട്ടന്റെ വലിയൊരു ലക്ഷ്യവും സ്വപ്നവും ഒക്കെയാണ്. അതിന് ഏറ്റവും അടുത്താണ്. ഇനി കുറച്ച് നാളുകൾക്കുള്ളിൽ 150 മീറ്റർ എന്ന് പറയുന്ന ഒരു എയിമിലേക്ക് അദ്ദേഹം എത്തിച്ചേരും. ആ സമയമാകുമ്പോഴേക്കും എല്ലാവരും കമന്റ് ബോക്സിൽ ഇപ്പോൾ നമ്മളോട് മാത്രമല്ല മറ്റു ഇവിടെ വരുന്ന യൂട്യൂബേഴ്സിന്റെ എല്ലാവരും കമന്റ് ബോക്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇങ്ങനെയൊരു മനുഷ്യൻ ഈ 72-ാം വയസ്സിലും ദിവസവും 11 മണിക്കൂറും ഒക്കെ പണിയെടുക്കുന്നതല്ലേ, അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ അതിൽ നിന്ന് കിട്ടണ്ടേ, അപ്പൊ ഒരു ഫീസ് വാങ്ങി അദ്ദേഹത്തിന് ആളുകളെ അതിനകത്ത് കയറ്റിയാൽ പോരേന്ന്. ഇപ്പൊ ഈ ലക്ഷ്യത്തിനടുത്തെത്തുമ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നമ്മുടെ തോമസ് ചേട്ടൻ എത്തിയിട്ടുണ്ട്. ചെറിയൊരു ഫീസ് വാങ്ങിയാണ് ഇനി ആളുകളെ ഇവിടെ പ്രവേശിപ്പിക്കുന്നത് എന്ന് അതിപ്പോ എല്ലാവരിലേക്കും എത്തിക്കുക. തോമസ് ചേട്ടന് അതൊരു വലിയ സഹായമായിരിക്കും നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇന്ന് തോമസ് ചേട്ടന്റെ ഈ ഒറ്റയ്ക്കുണ്ടായ ഈ മഹാത്ഭുതം കാണാൻ നമ്മൾ എത്തിയിട്ടുള്ളത്. ചെറിയൊരു ഫീസ് നൽകി ഇനി എല്ലാവർക്കും ഈ കണ്ണൂർ ജില്ലയിലെ മാതമംഗലം പെരുവാമ്പയിലെ തോമസ് ഏട്ടന്റെ വീട്ടിന് തൊട്ടടുത്തുള്ള ഗുഹയിലേക്ക് വന്ന് ഈ ഒരു എന്താ പറയേണ്ടത്, നമ്മൾ പഴയ കഥയിലൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, മുനിമാരൊക്കെ ഗുഹയിൽ ഇരുന്ന് തപസ് ചെയ്തു. ശരിക്കും നമ്മുടെ മനസ്സ് മറ്റൊരു തലത്തിലേക്ക് ഉയർത്താൻ കഴിയുന്ന എന്തൊക്കെയോ മാജിക് ഇവിടെയുണ്ട്. അത് വന്നൊന്ന് ആസ്വദിക്കണം. ഇത്രയും ഇതിനകത്ത് കയറി കഴിഞ്ഞ പല വഴികളിലൂടെയാണ് നമുക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നത്. പല 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 ഗുഹകളിലൂടെ യാത്രയും കൂടെ പോലെ അതൊക്കെ ഇവിടെ വന്ന് അനുഭവിക്കേണ്ടത് തന്നെയാണ്. കുറെയൊക്കെ നമ്മുടെ വീഡിയോയിലൂടെ കാണിക്കാം. അപ്പൊ നമുക്ക് ആ കാഴ്ചയും കണ്ട് തോമസ് ചേട്ടനോട് സംസാരിച്ച് വളരെ സന്തോഷത്തോടു കൂടി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് കണ്ടുവരാം. ഇപ്പം നമ്മള് ഇവിടെ വരുമ്പോഴും തോമസ് ചേട്ടൻ ഇതിനകത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുമായിരിക്കും. ഇന്ന് മാത്രം ഒരു ചെറിയൊരു റെസ്റ്റ് ഉണ്ട്. എന്ത് പറ്റി, പനി പിടിച്ചു? പനി പിടിച്ചു, ഒരാഴ്ചയായിട്ട് റെസ്റ്റ് ആണ്. അയ്യോ, പനി പിടിച്ചതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തോമസ് ചേട്ടനെ പുറത്ത് കാണാനേ കിട്ടില്ല. എപ്പോഴും ഇതിനകത്തായിരിക്കും. ഒരു ദിവസം എത്ര മണിക്കൂർ പണിയെടുക്കുന്ന? ഏകദേശം 10-11 മണിക്കൂർ എടുക്കും. 11 മണിക്കൂർ. 72 വയസ്സായി. കുറെ അസുഖങ്ങളുണ്ട്. ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞതാണ്. പക്ഷെ എന്നാൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അല്ലെ കുറച്ചുകൂടി അല്ലെങ്കിൽ ഒരു മേലുവേദനയും എല്ലാം, ഭക്ഷണമൊക്കെ ശരിക്കും കഴിക്കണമെങ്കിൽ ഇത് പണിയെടുത്തോണ്ടിരിക്കണം. പിന്നെ അതല്ല, നമുക്ക് ആഗ്രഹമുണ്ട് എങ്ങനെയായാലും 150 മീറ്റർ ആക്കണം എന്നുള്ളത്. അതൊരു നിശ്ചയദാർഢ്യമാണ്. അതുകൊണ്ട് രോഗമൊന്നും വന്നാലും നമ്മൾ കൂട്ടാക്കിയതാ. അതെ. ഇപ്പൊ തോമസ് ചേട്ടന് പനിയാണെന്ന് പറയുമ്പോഴും ഞാൻ ചിരിച്ചോണ്ടിരിക്കുവാണ്. പക്ഷെ എനിക്കറിയാം ഇനി എന്ത് പനിയാണെങ്കിലും എന്ത് അസുഖമാണെങ്കിലും തോമസ് ചേട്ടന് പണിയെടുത്തോണ്ടിരിക്കണം. ഇത് മാത്രമല്ല അല്ലേ, നമ്മുടെ പണി ഏത് സമയത്ത് തുടങ്ങുന്ന? രാവിലെ 4 മണിയാകുമ്പോൾ 4 മണിയാകുമ്പോൾ 72 വയസ്സുള്ള തോമസ് ചേട്ടൻ 4 മണിക്കാണ് ജീവിതം തുടങ്ങുന്നത്. അത് റബ്ബർ ടാപ്പിംഗ് ചെയ്തുകൊണ്ടാണ്. അതിന് ശേഷമുള്ള സമയത്തൊക്കെ ഇതിനകത്തായിരിക്കും. തോമസ് ചേട്ടൻ ഒന്ന് ലൈറ്റ് അടിച്ച് നമുക്ക് കണ്ടോ എത്ര വഴികളിലൂടെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് അറിയാം. നമുക്ക് ഉള്ളോട്ട് പോയി കാണാം അല്ലേ? ഞാൻ അന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ മഴക്കാലം കൂടി ആയതുകൊണ്ട് നല്ല തണുപ്പല്ലേ ഇതിനകത്ത്. അന്ന് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, മഴക്കാലം ആവുന്ന സമയത്ത് ഇതില് വെള്ളം നിൽക്കില്ലേന്നോ. വരുന്നില്ല. ഇതാ അത് നമ്മള് ശരിക്കും കാണിച്ചു കൊടുക്കും അല്ലെ, ഇതിനകത്ത് ഒരു തുള്ളി പോലും വെള്ളം കയറുമോ? വെള്ളം നമ്മൾ വരുമ്പോ ആ ഭാഗത്തൂടെ ഇല്ല ഇല്ല, എല്ലാം ഉണങ്ങി കിടക്കുക. മഴക്കാലത്താണെങ്കിലും ഇതിനകത്ത് ഇത് ശരിക്കും ഒരു വീട് പോലെ ഉണ്ടല്ലേ. വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ താമസിക്കാം. അതെ, പലരും കമന്റ് ചെയ്തിട്ടൊക്കെ പറയുന്നുണ്ട് ഇത് മുറികളൊക്കെ ആക്കി മാറ്റിക്കൂടെ, വാടകയ്ക്ക് കൊടുത്തൂടെ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പറ്റുമോ നമുക്കിത് ചെയ്യാൻ? അങ്ങനെ വേനൽക്കാലത്ത് അതിനുള്ള സൗകര്യമൊക്കെ ആക്കട്ടെ, നോക്കണം അല്ലേ? തോമസ് ചേട്ടൻ ഇവിടെ മുമ്പ് സിനിമ ഷൂട്ടൊക്കെ നടന്നു എന്ന് പറഞ്ഞു. സിനിമ അല്ല, ഒരു സീരിയലിന്റെ.
അതുപോലെ സിനിമ പക്ഷെ അവര് പൈസ തന്നോ? അവര് തീർന്നിട്ടില്ല. അത് ലാസ്റ്റ് തരാൻ പറഞ്ഞ് എനിക്ക് 6 മാസമായി വരാൻ പറഞ്ഞു. അതിനുശേഷം വന്നില്ല അല്ലെ? വന്നില്ല, വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതെ, സിനിമക്കാർക്കൊക്കെ ഇവിടെ തോമസ് ഏട്ടന്റെ ഗുഹയിലേക്ക് വരാം ചെയ്യാം, പക്ഷെ പാവം തോമസ് ഏട്ടനെ പറ്റിക്കരുത് ആരും, വന്ന് കൃത്യമായി ഷൂട്ട്. പിന്നെ മറ്റൊരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നത് ഇതിനകത്ത് ശ്വാസം മുട്ടില്ലേന്നാണ്. അതിന് ഇതുപോലെ തുറവ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇത് 3 എൻട്രി ഉണ്ട് പുറത്തേക്ക്. ആ. ഇത് 3ാമത്തെ. ഇത് 3ാമത്തെയാണ്. ഇത്തരത്തില് 3 എൻട്രി കൊടുത്തിട്ടാണ് പണി പുരോഗമിച്ചുകൊണ്ടിരുന്നത് ഓരോ ഘട്ടത്തിലും. അപ്പൊ ഈ ശ്വാസം എന്നാണ്ട് ഇവിടെ ഓക്സിജന്റെ അളവിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. തോമസ് ഏട്ടൻ ഒരു സാധാരണക്കാരനല്ല, ഒരു വലിയ എഞ്ചിനീയർ ആണ്. ഇതിനകത്ത് ഇങ്ങനെയൊക്കെ പോകാൻ പറ്റും, ഇതൊക്കെ സ്വന്തം വെളുപ്പിന് പുറത്തേക്ക് പോകുന്നില്ല എന്നൊക്കെ ഇതിനകത്തുനിന്ന് ഇങ്ങനെ പിക്കാസോ കൊണ്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാ ഒരു കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് സംശയം തോന്നുമ്പോ പുറത്തിറങ്ങുമ്പോ എൻട്രി ഉണ്ടല്ലോ, അതിന് നമ്മൾ ഏകദേശം മേലെ കൂടെ നടന്ന് നോക്കുമ്പോ ഇത്ര മീറ്റർ പോയാൽ നമ്മുടെ ഉറപ്പ് കഴിയുന്നുള്ള മനസ്സിൽ തോന്നും. എന്നിട്ട് അതനുസരിച്ചിട്ട് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം. അതെ, ഈ തുറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു എൻട്രൻസ് കൊടുക്കാൻ പറ്റും, അതൊക്കെ എങ്ങനെയാ അതിന്റെ ഒക്കെ ഒരു? അത് ആദ്യം 1-2 പ്രാവശ്യം നമ്മളെ മൂത്തവന് സ്കാൻ ചെയ്തിട്ടൊക്കെ ഇങ്ങനെ ഇത്ര പോയി കഴിഞ്ഞാൽ ഇവിടെ തുറക്കാൻ പറ്റും, അങ്ങനെ 1-2 പ്രാവശ്യമൊക്കെ. പിന്നെ ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ നമ്മൾ 16 വയസ്സിൽ തുടങ്ങിയല്ലേ കളിയിട്ട് വന്നു, അതുകൊണ്ടായി ഇത്ര എക്സ്പീരിയൻസ് വന്നു. 16 വയസ്സിലായി സ്കൂൾ പഠനം നിർത്തി. പിറ്റത്തെ ആഴ്ച തന്നെ കയ്യാരപ്പണി എന്ന് പറഞ്ഞാൽ ഈ കല്ലിൻ്റെ പണി തുടങ്ങി. അത് ഇന്നും 72 വയസ്സിൽ നിർത്തിയിട്ടില്ല. ഇപ്പം ബിൽഡിങ്ങിൻ്റെ പണിയെല്ലാം എടുക്കുമായിരുന്നു. ഈ കൊറോണ തുടങ്ങിയ പിന്നെ ഈ ബർഗം പണി തുടങ്ങിയ പുറത്ത് പോയിട്ടേ ഇതിനകത്ത് മീൻ പണി കഴിപ്പില്ല. പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് നല്ലതാണ്, പക്ഷെ എന്നാലും ഇപ്പൊ പനിയുള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് ചെറിയൊരു ക്ഷീണം തോന്നുന്നുണ്ട്. അപ്പൊ നമുക്കും തോന്നുന്നു മതിയോ എന്നൊരു സംശയം തോന്നുന്നു. തോമസ് ഏട്ടന്റെ ആരോഗ്യമാണെന്ന് നമുക്ക് പക്ഷേ ഇത് കാണാൻ പറ്റുന്നവരെല്ലാം പറഞ്ഞു ചേട്ടാ ഇനി മതിയാക്കുമല്ലോ. നമ്മൾ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, അത് കുളിപ്പിക്കാൻ നമ്മൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ തീരണം. അയ്യോ അങ്ങനെ പറയില്ലേ, അല്ലെങ്കിൽ നമ്മൾ ഒരു പണി വെക്കും പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഉള്ളത്. അതെ, പിന്നെ നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഇങ്ങനെ ചെത്തി എടുക്കുന്ന ഈ മണ്ണൊക്കെ സ്വന്തം പറമ്പിൽ തന്നെയാണ് കൊണ്ടിടുന്നത്, മറ്റേ അരപ്പാനൊക്കെ ഉപയോഗിച്ചിട്ട്. അപ്പൊ മഴക്കാലത്തെ സ്വതവേ എല്ലാവർക്കും പണിയെടുക്കാൻ മടിയാ. അപ്പൊ ഈ മഴക്കാലത്തൊക്കെ എങ്ങനെ ഈ ഒരു മഴക്കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മള് നല്ല മഴയുള്ളപ്പോൾ മാത്രം ഇതിനെ കൊണ്ടുപോയി, മഴയുള്ളപ്പോൾ ഇതിനകത്ത് കളച്ചു അന്നേരം മെനക്കെടിയല്ല പണിയെടുക്കും. അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ 6ാമത്തെ വർഷമായില്ലേ, ഏത് ഇനിയും മഴയാണ് പണിക്ക് തടസ്സം ഇതായിരുന്നു. അതെ, ഈ മണ്ണൊക്കെ കൊണ്ടിട്ടിട്ട് ശരിക്കും റോഡിന്റെ അതേ ലെവലിലേക്ക് എത്തി ഇപ്പം പറമ്പ്. ഇനി ഇവിടെ കൊണ്ടിടും. ഇനിയും കൊണ്ടിട്ടാണ് സ്ഥലമുണ്ട് ഇല്ലേ? ഗുഹയെക്കുറിച്ച് കുറെ കാര്യങ്ങൾ പറയാനും കാണിക്കാനും ഒക്കെയുണ്ട്. അതിനു മുന്നേ നമ്മളിപ്പോ പുറത്ത് വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഹയിൽ നിന്ന് എടുക്കുന്ന മണ്ണ് തോമസ് ഏട്ടൻ ഈ 5 വർഷമായിട്ട് ഗുഹ ചുറ്റി മിനുക്കിക്കൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന മണ്ണൊക്കെ എവിടെ കൊണ്ടിടുന്നത് എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ഇതാ തോമസ് ഏട്ടന്റെ വിശാലമായ തോട്ടമാണിത്. ഇവിടെയാണ് ഈ 5 വർഷമായി ഗുഹയ്ക്കകത്ത് നടക്കുന്ന മണ്ണ് മുഴുവൻ അർബാനയിലാക്കി തോമസ് ഏട്ടൻ തന്നെ കേട്ടോ. മണ്ണ് മാറ്റാൻ പോലും മറ്റൊരാളുടെ സഹായവും ഇതുവരെയും തേടിയിട്ടില്ല. അതിനിടയിൽ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞ് കിടന്ന സമയത്ത് പോലും മറ്റൊരാളെയും ഈ പണികളൊന്നും ഏൽപ്പിച്ചിട്ടില്ല. പിന്നെ ഗുഹ ഉണ്ടാക്കുന്നത് മാത്രമല്ല, വിശാലമായ ഈ തോട്ടത്തിൽ രാവിലെ 4 മണിക്ക് ആരംഭിക്കുന്ന തൊഴിലാണ് നമ്മുടെ തോമസ് ഏട്ടന്. റബ്ബർ ടാപ്പിംഗ് ചെയ്യും, അതുപോലെ ഈ കരിങ്കളും ഏലവും കുരുമുളകും അടങ്ങിയിട്ടുള്ള വിശാലമായ ഈ കൃഷിയിടത്തിലായിരിക്കും മുഴുവൻ സമയവും തോമസ് ഏട്ടൻ ഉണ്ടാകുന്നത്. 11 മണിക്കൂർ ഗുഹയ്ക്കകത്ത് തന്നെ പണിയെടുക്കും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാ സമയത്തും ഇവിടെയും പണിയെടുക്കുന്നുണ്ട്. ഉറങ്ങുന്നതൊക്കെ വളരെ കുറച്ചാണെന്ന് തോന്നുന്നു. പക്ഷെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ആരോഗ്യം. ഇപ്പൊ പനി വന്നതുകൊണ്ട് അങ്ങനെ പണിയെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര ക്ഷീണമാണ് എന്നാണ് തോമസ് ഏട്ടൻ പറയുന്നത്. ആ ഒരു ഊർജ്ജസ്വലത നമ്മളും കണ്ടു പഠിക്കേണ്ടതാണ്. ശരിക്കും നമുക്ക് എല്ലാവർക്കും മാതൃക തന്നെയാണ് തോമസ് ഏട്ടൻ 72ാം വയസ്സിലെയും ഈ കഠിനാധ്വാനം. അപ്പൊ നമുക്ക് ഇനി ഗുഹയ്ക്കകത്തേക്ക് തന്നെ പോകാം, ഗുഹയുടെ കൂടുതൽ വിശേഷങ്ങൾ തന്നെ പറയാം. തോമസ് ഏട്ടൻ നിർമ്മിച്ച ഈ ഗുഹയ്ക്കകത്തേക്ക് ഓരോ തവണ വരുമ്പോഴും നമ്മുടെ അത്ഭുതം കൂടുകയേ ഉള്ളൂ. പിന്നെയും പിന്നെയും കാണുമ്പോൾ ഒരു കുഞ്ഞ് ചെറിയൊരു കളിവീട് ഉണ്ടാക്കുമ്പോൾ കാണുന്ന ഒരു കൗതുകമാണ്. ഈ ഒരു മനുഷ്യൻ ആദ്യം 25 മീറ്ററും പിന്നെ ഇത്രയും വിപുലപ്പെടുത്തിയ ഒരു ഗുഹ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. കേവലം കൗതുകത്തിനപ്പുറത്തേക്ക് കുട്ടികളൊക്കെ എത്തുമ്പോൾ അവർക്ക് പഠിക്കാൻ ഒരു മ്യൂസിയം പോലെ തന്നെ പഠിക്കാൻ ഇവിടെ ഒട്ടേറെ കാര്യങ്ങൾ ഉണ്ട് എന്നത് കൂടിയുണ്ട്. ഈ നമ്മള് വീടിനും ഒക്കെ നമ്മൾ ചുമരുകൾ പലതും കണ്ടിട്ടുണ്ട്, പക്ഷെ
ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഭൂമി ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന മഹാരഹസ്യമാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങളായി മണ്ണിനും ഈ പാറയ്ക്കുമിടയിൽ വെള്ളം ഒഴുകി ഒഴുകി വെള്ളത്തിനോടൊപ്പം അലിഞ്ഞു പോകാൻ കഴിയുന്നതൊക്കെ അലിഞ്ഞു പോയി ബാക്കിയാകുന്ന ബോക്സൈറ്റ് പോലെയൊക്കെ ബാക്കിയാകുന്ന ചിത്രപ്പണികളാണ് ഇവിടെ. ഇപ്പൊ നമുക്കൊരു ത്രികോണാകൃതിയിലൊക്കെ കാണാം. ഇതിന് ഒരുപാട് കഥകളുണ്ട്. ഇത് ഭൂമി അതിന്റെ ഗർഭപാത്രത്തിനകത്ത് ഒളിപ്പിച്ചു വച്ചിരുന്നതാണ്. അവിടുന്ന് തോമസ് ചേട്ടൻ ഇങ്ങനെ ഒരു ഗുഹ, നെടുനീളൻ ഗുഹ ഉണ്ടാക്കിയപ്പോൾ അത് അനാവരണം ചെയ്യപ്പെട്ട് നമ്മളിപ്പോ ശരിക്കും പറയുകയാണെങ്കിൽ ഭൂമിയുടെ ഗർഭപാത്രത്തിനകത്തിരിക്കുന്ന ഒരു ഫീലാണ്. അത് പറഞ്ഞറിയിക്കേണ്ടതല്ല, ഇവിടെ വന്ന് അനുഭവിച്ചറിയേണ്ടതാണ്, തൊട്ടറിയേണ്ടതാണ്. തോമസ് ചേട്ടൻ, മറ്റൊരു സംശയം എല്ലാവർക്കും, ഇത് ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്, ഇതിന്റെ ഉറപ്പ് പോയിട്ടാണുള്ളത്, അങ്ങനെയൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. ഒരു കാലത്തും പോയല്ല അവര് എന്ന് പറഞ്ഞ് ഇപ്പം വരുന്നവർക്കെല്ലാം പിന്നെയും പിന്നെയും എടുക്കണം എന്നാ അവര് പറഞ്ഞിരിക്കുന്നത്. ആ. ആ പിന്നെ പിന്നെ ഒരുവിധം ഉള്ളവരൊക്കെ ഇത് കാണുമ്പം പറയും, ചിലര് പറയും കാവ്സേട്ടാ ഇനി ഇത്ര പ്രായമൊക്കെ ആയില്ലേ, അതെ ഇപ്പൊ ആവശ്യത്തിനുള്ള ഇതൊക്കെ കാണാൻ മാത്രം ആയില്ല. അതെ അതെ അതെ. പിന്നെ എനിക്ക് ആഗ്രഹമുണ്ട്, ഇപ്പൊ ഒരു 150 വയസ്സാക്കി കേൾക്കണ്ടേ, ഉം. ഇതിന്റെ സുഹൃത്തിന് കൊടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. തീർച്ചയായും. വിജയിച്ചോന്നും അറിയത്തില്ല. എല്ലാവരും പറയുന്നത് എന്താണെന്നറിയോ, ഗിന്നസ് ബുക്ക് ഒന്നും പോരാതെ ഒരു തോമസ് ചേട്ടന്റെ പേരെഴുതാനാണ്. കാരണം ഇങ്ങനൊരു മനുഷ്യനെ ഒരു പുരാണങ്ങളിൽ മാത്രമേ നമ്മൾ ഇങ്ങനെയൊക്കെ കഴിവുള്ള ആളുകളെ കണ്ടിട്ടുള്ളൂ. ഒരു പിക്കാസോ വെച്ചിട്ടൊക്കെ ഒറ്റയ്ക്ക് ഒരു മനുഷ്യൻ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഭയങ്കര പക്ഷെ അത്ഭുത നമ്മള് മനുഷ്യനാണ്. ഇടയ്ക്ക് ടെസ്റ്റ് സിംഗപ്പൂർ പോയി, അന്നേരം അവിടെ പള്ളിയിൽ പോയപ്പം അവിടെ ഒരു ഫാദർ പറഞ്ഞിങ്ങനെ, ഉം. അത് തുറക്കുന്ന ആളല്ലേ. ഞാൻ പറഞ്ഞു യൂട്യൂബിലൊക്കെ കണ്ടിട്ട് അച്ഛൻ കണ്ടോ ഞാൻ മനസ്സിലാക്കി. സിംഗപ്പൂരില് സിംഗപ്പൂരിൽ പള്ളിയിൽ പോയപ്പോ സിംഗപ്പൂർ ഒരു പള്ളിയിൽ പോയപ്പോ അവിടുന്ന് ചോദിച്ചു പോലും പള്ളിയിൽ അച്ഛൻ തുരങ്ക് ആളല്ലേന്ന്. അയ്യോ. കണ്ടത്. ആ, അങ്ങനെ അതുപോലെ ആൾക്കാർ പുറത്തും കാണുന്നുണ്ട്. ഉണ്ട് ഉണ്ട് ഇവര് തീർച്ചയായിട്ടും. കാണുന്നത്. അപ്പൊ അങ്ങനെ ആൾക്കാർ തിരിച്ചറിയുമ്പോൾ വലിയ സന്തോഷമാണ്. ആ അത് ഇടയ്ക്ക് ചങ്ങനാശ്ശേരി പോയി, അവിടെ ഈ തിരിച്ചറിയുന്നവരെല്ലാം ഫോട്ടോ എടുക്കണം, സ്റ്റെപ്പ് എടുക്കണം എന്ന് വെച്ചിട്ട് അങ്ങനെ ആൾക്കാർ പൊതിയുന്ന സന്ദർഭം ഉണ്ടായിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിലൊക്കെ. അയ്യോ അയ്യോ അയ്യോ, സന്തോഷം സന്തോഷം. അത് ചങ്ങനാശ്ശേരിയില് ഓക്കെ. ഇവിടെ മാത്രമേ വിളിച്ചുള്ളൂ, അകത്ത് വിളിച്ചുള്ളൂ. ഓട്ടോ വിളിച്ചോണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങോട്ടും പോയി നോക്കാം. ഒരുപാട് വഴികളിലൂടെ ഇങ്ങനെ പോവാണ് കേട്ടോ. ഇതിന്റെ ഒരു ഭംഗി നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെ സീരിയലുകാർ വന്നിട്ട് എടുത്തോ, അവര് കോണ്ടാക്ട് ചെയ്തു. ആഹാ, സീരിയലുകാരെ ഉണ്ടാക്കിയതാണ്. പക്ഷെ അത്ര ഭംഗിയുള്ള കാഴ്ചകളാണ് ഇവിടെയൊക്കെ. ഇരുന്ന് അല്ലെ, കാമായി ഇരുന്ന് സംസാരിക്കാൻ പറ്റിയൊരു സ്ഥലം. ഇങ്ങോട്ടാ ഇപ്പൊ എടുക്കുന്നത്. ഇവിടം വരെ ഞാൻ ഒന്ന് കൊല്ല. ആ. ഇതിങ്ങനെ കല്ല് വെട്ടിയത് അത് എങ്ങനെ 4ാമത്തെ എൻട്രി ഉണ്ടായിരുന്നു. ആ. എൻട്രി അധികമായി കഴിഞ്ഞാൽ